ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Kettle&Krafts. ഇന്ന് എൻ്റെ നാടെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട കുമ്പഴവടക്കാണേ. അപ്പോൾ അവിടെ എൻ്റെ കസിൻ ബ്രദറുണ്ട്. കസിൻ ബ്രദർ എന്ന് പറഞ്ഞാൽ അണ്ണനാണെങ്കിൽ മ്യൂറലിൻ്റെയും പിന്നെ പെയിൻറ്റിങ്ങും ഒക്കെ അണ്ണൻ ചെയ്യാറുണ്ട്. അണ്ണൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ അണ്ണൻ ഇപ്പോൾ റിട്ടയർമെൻറ്റൊക്കെ ആയി ഇവിടെ വീട് വന്ന് സെറ്റിലായിട്ടുണ്ട്. അണ്ണൻ്റെ വീടും അണ്ണൻ്റെ പെയിൻറ്റിങ്ങും എല്ലാം കൂടി കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. എല്ലാവരും കാണണം, എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ശരി, നമുക്ക് അങ്ങോട്ട് പോകാം. എൻ്റെ വീടിൻ്റെ രണ്ടാമത്തെ വീടാണ് അണ്ണൻ്റെ വീട്. നമുക്ക് അങ്ങോട്ട് പോകാമേ. ഞങ്ങളുടെ കുമ്പോടൊക്കത്തെ സൗന്ദര്യങ്ങൾ കാണണമെങ്കിൽ നാളെ ഇവിടെ ഒരു പാറയുണ്ട്, അത് പടയണിപ്പാറയാണ്. അതും എൻ്റെ എന്താ പറയുക പൂർവികരുടെ ഒരു പറമ്പിലായിരുന്നു. ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് എടുത്തിട്ട് അതൊരു പടയണിപ്പാറയായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് അണ്ണൻ്റെ വീട്. അണ്ണൻ്റെ വീട്ടിലാണെങ്കിൽ ഒത്തിരിയും ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പേര, പിന്നെ ഇരുമ്പംപുളി എന്ന് പറഞ്ഞാൽ നിറച്ച് ഇരുമ്പംപുളി ഉണ്ടാവും. പിന്നുള്ളത് അമ്പഴങ്ങ, അങ്ങനെ പഴയ ഒത്തിരിയും ചെറിയ ചെറിയ കായകൾ, അതെല്ലാം എൻ്റെ ചേച്ചി കൊണ്ടുവന്നിട്ട് അച്ചാറിടാക്കി ഇടാറുണ്ട്. ഇത് ഞാൻ പറയും, ഇത് പണ്ടത്തെ പഴയ വീടാണെന്ന് കാണിക്കാം. ഇത് കാണിച്ചു കൊടുക്കും. ഇത് കണ്ട പണ്ടത്തെ അണ്ണൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ള പഴയ അതിന് ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പുള്ള വീടാണിത്. പഴയ വീടാണ്. ഇപ്പോൾ അവരെല്ലാവരും അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി. 2 പേരും ഇവിടുത്തെ സ്കൂളിലെ സാറുമാരൊക്കെ ആയിരുന്നു. ഫുള്ള് കാണിക്കാം വീട്. ഇത് കണ്ടോളൂ, ഇത് ഇരുമ്പംപുളി കേട്ടോ. ഇതെന്തോ നിറച്ചാവും. ഇത് ജസ്റ്റ് ഇപ്പോൾ പൂക്കുന്നതേ ഉള്ളൂ. പൂത്ത് കഴിയുമ്പോൾ നിറച്ചാവും. ഇതും കൊണ്ട് നല്ല ഒന്നാം തരം അച്ചാർ ഇടാം. ഇത് കൊളസ്ട്രോളിനും BP ഒക്കെ നല്ലതാണ് ഈ സാധനം കഴിക്കുന്നത്. പച്ചയ്ക്കും കഴിക്കാം. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇതിങ്ങനെ ഉപ്പും ഇരുമ്പുളിയും കൂടി മുക്കി കഴിക്കുമായിരുന്നു. അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു കൂട്ടുകാരും കൂടി പോകുമ്പോൾ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇത് അറിയത്തില്ല. ഇത് കണ്ടോ, ഇത് ഞാൻ പറയുന്നു, ഇത് നോക്കുന്ന ഉണ്ടാകും പോലെയല്ല കാണിക്കാൻ പറ്റും. കായുണ്ട് കേട്ടോ, പച്ചക്കായ. ഐസ്ക്രീം കഴിച്ചപ്പോൾ തുടങ്ങി. ബട്ടർ ഫ്രൂട്ട്, ഇത് പ്ലം ആണ്. പ്ലം, ഓറഞ്ച്. അപ്പോൾ നമ്മുടെ അണ്ണൻ്റെ പഴയ വീട്, അത് ഒത്തിരി വർഷം 100-150 വർഷങ്ങൾക്ക് മുമ്പുള്ള വീടാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 8-9-10 മുറികളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാ വർഷവും ഓറഞ്ചും കാണിച്ചു വന്നിട്ടില്ലേ, ഓറഞ്ചുണ്ട്, ബട്ടർ ഫ്രൂട്ടുണ്ട്, പിന്നെ പീനട്ട് ബട്ടറുണ്ട്, ഇനി നൂനും ഉണ്ട്. നൂനും അത് കാണിക്കാം. എല്ലാം എന്താ നൂനി എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടില്ലേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം അണ്ണൻ വരച്ച മ്യൂറൽ ആർട്ടുണ്ട്. അതുപോലെ തന്നെ പല പല അമ്പലങ്ങളിലാണ് എല്ലാ സ്ഥലങ്ങളും ടൂർ പോകുമായിരുന്നു എഡ്യൂക്കേഷണൽ പരമായിട്ട്. അപ്പോൾ അവിടെ എവിടെ പോയാലും
അമ്പലത്തിൽ കയറുവാണെങ്കിൽ അണ്ണൻ ആ അമ്പലത്തിലെ ദേവിയെയും ദേവൻ്റെയും ഫോട്ടോ വിഗ്രഹത്തെ നോക്കിയിട്ട് അണ്ണൻ അങ്ങനെ വരയ്ക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇത് എന്താ പറയുക സീനറീസ് അത് നമ്മുടെ കലാകൗമുദിയിലും മനോരമയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അണ്ണന്. അപ്പോൾ അതെല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും. നല്ല ഭയങ്കര കഴിവുള്ളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതെല്ലാം കൂടി ചേർത്തിടുന്നതായിരിക്കും. ഇത് നൂനിയോ? ഈ പൂ കണ്ടോ? നോനി മരം. ഇത് ഔഷധ ഗുണമുള്ളതാണ്. ഇതിൻ്റെ സത്തെല്ലാം പിന്നെ പാനീയങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കും പ്രതിവിധിയായിട്ട് ഇത് പറയുന്നുണ്ട്. ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലുമൊക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പഴമാണ്. ഇത് പ്രത്യേക രീതി പ്രോസസ്സ് ചെയ്തിട്ടാണ് അവർ പിന്നീട് ഇതിൻ്റെ പഴച്ചാറ് ഉപയോഗിക്കുന്നത്. മുള്ളാത്ത ക്യാൻസറിനെതിരെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് കണ്ട ചാമ്പ തന്നെ 3 തരമുണ്ട്. ഇത് വെള്ള, അപ്പുറത്ത് ചുവപ്പുണ്ട്, പിന്നെ സാധാരണ ചാമ്പയ്ക്ക. ഇത് ഞങ്ങളുടെ കൊച്ചിലെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടുത്തെ തീർന്ന് കഴിയുമ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ കുഞ്ഞിലെ ഓടി വരുമായിരുന്നു കഴിക്കാൻ വേണ്ടി. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എല്ലാവരും ഒരു ഗ്യാങ്ങായിട്ട് വന്ന് പറിച്ച് കഴിക്കുന്ന ഒരു ഇതായിരുന്നു. അതെ. ചേട്ടൻ്റെ കഴിക്കുന്ന ചെറുകണം വെച്ചിട്ട് മരുന്നുണ്ടാക്കുമായിരുന്നു. വള്ളിച്ചോർഗണം വെച്ചിട്ട് മരുന്ന് അത് ചുമയ്ക്കും എല്ലാം മൊത്തം. ഇത് കണ്ട സപ്പോർട്ട് ഒക്കെ. ഇത് തന്നെ ചിക്കു എന്നും പറയും. പലയിടത്തും പല ഇതായിട്ടാണ് പറയുന്നത്. പീനട്ട് ബട്ടറാണ് ഇത്. നമുക്കിത് കഴിക്കാനൊക്കെ ഇതാക്കാം. ഇത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പുണ്ട്, നാരകം, പിന്നെ നാരകമുണ്ട്, പുളിയുണ്ട്. പഴയ ഒരു ചാമ്പയുണ്ടായിരുന്നു. ഇത് മുക്കൂറ്റി പൂവാണ്. മുക്കൂറ്റി പണ്ട് നമ്മൾ അത്തപ്പൂക്കളമൊക്കെ ഇടാൻ വേണ്ടി എടുക്കുന്നതായിരുന്നു ഇത്. ഇതിൻ്റെ പേര് ഒരു പാട്ടുണ്ട്, മുക്കൂറ്റി പൂ. അത് ഒരു മലയുടെ മുഖമാണ്. ഇങ്ങനെ കയറി പോയിട്ട് ഇതിനപ്പുറം കഴിഞ്ഞാൽ നമുക്കൊരു മലയാളത്തിലെ അമ്പലമൊക്കെ ഉണ്ട്. പ്രസിദ്ധ ദേവീക്ഷേത്രമൊക്കെ. നല്ല മഴയാണ്. അത് കഴിഞ്ഞാൽ തോടാണ്. വലിയൊരു തോടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. എനിക്ക് ടൈം ഇല്ലാതായിപ്പോയി. എല്ലാം നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാറുണ്ട്.